വെൽക്കം ടു ലെർണിനോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന ടോപ്പിക് പ്രസിഡൻസ് ഓഫ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, സിയിൽ നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്താണ്, അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്താണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ പ്രസിഡൻസ് ഓഫ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ഒരു പ്രസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ കൊടുക്കുന്ന എക്സ്പ്രഷനിൽ നമ്മളിപ്പോൾ പ്ലസ് ഉണ്ടാവും, മൈനസ് ഉണ്ടാവും, ഡിവിഷൻ ഉണ്ടാവും, മൊഡ്യൂളോ ഉണ്ടാവും അല്ലേ. അപ്പം അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സിനെ അത് അതിൻ്റെ സ്പെസിഫിസിറ്റി അനുസരിച്ച്, അതായത് ഹൈ പ്രയോറിറ്റി, ലോ പ്രയോറിറ്റി എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്തിട്ട് ഏത് ഫംഗ്ഷൻ ആണ് അല്ലെങ്കിൽ ഏത് ഓപ്പറേഷൻ ആണ് ആദ്യം ചെയ്യാന്നൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസിഡൻസ് യൂസ് ചെയ്യണത്. ഓക്കെ, an arithmetic expression without parenthesis will evaluate from left to right using the rules of precedence from the of the operators. Okay, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരു എക്സ്പ്രഷൻ കൊടുക്കുമ്പോൾ 3 to 4 ആയിട്ടുള്ള എന്താ പറയുക അത്രയും തന്നെ ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ആ അടുത്തൊരു അരിത്മെറ്റിക് എക്സ്പ്രഷനിൽ നമ്മൾ എന്ത് ചെയ്യും, പാരന്തസിന്റെ ഉള്ളിലായിട്ട് നമ്മൾ കുറച്ച് ഡിവൈഡ് ചെയ്യും അല്ലേ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു ഓപ്പറേഷൻ ആണ്, നോർമൽ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് എന്താ ചെയ്യുക, നോർമലി അത് ലെഫ്റ്റ് തൊട്ടിട്ട് റൈറ്റിലേക്ക് എന്താ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, there are two distinct priority levels of arithmetic operators in C. രണ്ട് ടൈപ്പ് ആണുള്ളത്, ഹൈ പ്രയോറിറ്റി ഉണ്ട്, ലോ പ്രയോറിറ്റി ഉണ്ട്. ഹൈ പ്രയോറിറ്റിയിൽ വരുന്നതാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മൊഡ്യൂളോ ഓപ്പറേഷൻസും. അതുപോലെ ലോ പ്രയോറിറ്റിയിൽ വരുന്നത് അഡീഷനും സബ്ട്രാക്ഷനുമാണ്. ഓക്കെ, രണ്ട് ഡിസ്റ്റിങ്ക്ട് പ്രയോറിറ്റി ലെവലാണ് സി പ്രോഗ്രാമിംഗിലുള്ളത്. ഫസ്റ്റ് വൺ ഹൈ പ്രയോറിറ്റിയും ലോ പ്രയോറിറ്റിയും. ഹൈ പ്രയോറിറ്റിയിൽ വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് മൊഡ്യൂളോ ഓപ്പറേഷൻസും. ലോ പ്രയോറിറ്റിയിൽ വരുന്നത് അഡീഷനും സബ്ട്രാക്ഷൻസുമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഓക്കെ, ഈ ബേസിക് ആയിട്ടുള്ള ഇവാലുവേഷൻ നടക്കും, അതായത് ഒരു എക്സ്പ്രഷൻ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ടു ലെഫ്റ്റ് ടു റൈറ്റ് പാസസ് ത്രൂ എക്സ്പ്രഷൻ, അതായത് രണ്ട് പ്രാവശ്യം ഈ എക്സ്പ്രഷനിൽ കൂടെ എന്ത് പോകുന്നുണ്ട്, നമ്മൾ ഇവാലുവേഷൻ നടത്തുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് പാസിൽ നമ്മൾ കൊടുക്കുന്നത് ഹൈ പ്രയോറിറ്റി ഓപ്പറേറ്റർ നമ്മൾ കൊടുക്കുന്നത് എന്തായിരിക്കും, ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഹൈ പ്രയോറിറ്റി ഓപ്പറേറ്റേഴ്സിനായിരിക്കും. അതായത് എങ്ങനെയായിരിക്കും, ആദ്യം ഹൈ പ്രയോറിറ്റി ആദ്യത്തെ ഇവാലുവേഷൻ ചെയ്യുക, ഹൈ പ്രയോറിറ്റി ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് അതിന്റെ ആൻസർ എടുക്കും. സെക്കൻഡ് ആയിട്ടുള്ള ഇവാലുവേഷനിൽ നമ്മൾ ലോ പ്രയോറിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് ഇവാലുവേഷൻ, രണ്ട് പ്രാവശ്യമാണ് നമ്മൾ എക്സ്പ്രഷനിൽ കൂടെ ഇവാലുവേഷൻ നടത്തുക. ഫസ്റ്റ് പാസ് ഓഫ് ഇവാലുവേഷനിൽ നമ്മൾ ഹൈ പ്രയോറിറ്റി ഓപ്പറേഷൻസ് ആയിരിക്കും നമ്മൾ ചെയ്യുക. ആൻഡ് ദെൻ സെക്കൻഡ് ഇവാലുവേഷനിലാണ് നമ്മൾ ലോ പ്രയോറിറ്റി ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, ഇവിടെ എക്സ് ഈക്വൽ ടു എ മൈനസ് ബി ബൈ 3 പ്ലസ് സി ഇൻറ്റു 2 മൈനസ് 1 ആണ്. അപ്പോൾ ഫസ്റ്റത്തെ ഇവാലുവേഷൻ എന്തായിരിക്കും ചെയ്യുക, ഡിവിഷൻ ഓപ്പറേഷനും മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷനും ആയിരിക്കും ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, ഈ ഡിവിഷനും ഈ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും ചെയ്യുക. ഇനി സെക്കൻഡ് ഇവാലുവേഷൻ നടത്തുന്ന സമയത്താണ് എന്ത് ചെയ്യുക, സെക്കൻഡ് ഇവാലുവേഷൻ നടത്തുന്ന സമയത്താണ് ബേസിക്കലി ഈ എ മൈനസ് ബി ഒക്കെ നമ്മൾ ചെയ്യണതും അതുപോലെ എന്താണ് 2 മൈനസ് 1 എന്താണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ചെയ്യുന്നത് എപ്പോഴാണ്, സെക്കൻഡ് അസോസിയേറ്റിവിറ്റിയിലാണ്. അതായത് സെക്കൻഡ് പ്രാവശ്യം നമ്മൾ പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, പ്ലസും മൈനസും പോലുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നത് അപ്പോഴായിരിക്കും. ഓക്കെ, ഇനി സം കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലംസ്, കുറച്ച് കമ്പ്യൂട്ടേഷൻ പ്രോബ്ലംസ് ഉണ്ട്. നമ്മൾ ഒരു അരിത്മെറ്റിക് എക്സ്പ്രഷൻസിന്റെ പ്രസിഡൻസോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, പ്രസിഡൻസ് വേണമെന്നൊന്നുമില്ല, നോർമലി ചില സമയങ്ങളിൽ ചില പ്രോബ്ലംസ് നമ്മൾ ഇവാലുവേഷൻസ് അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് വരാറുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ റിയൽ വാല്യൂസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, റിയൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഉള്ള വാല്യൂസ് നമ്മൾ യൂസ് ചെയ്യുമല്ലോ, ആ സമയത്ത് കമ്പ്യൂട്ടേഷണൽ എറർ വരാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം നമ്മൾ റിയൽ വാല്യൂസ് നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന, അതായത് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുക, അത്രത്തോളം അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് ആൻസർ ഒന്നും, അതായത് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഒന്നും കിട്ടില്ല. നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും എടുക്കുക. ഇപ്പൊ ചിലപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ 21, 22 വേരിയബിൾസ് അല്ല വാല്യൂസ് ഒക്കെ അങ്ങോട്ട് പോവാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 6 വാല്യൂസ് അല്ലെങ്കിൽ ഫസ്റ്റ് 8 വാല്യൂസ് മാത്രമേ ആരെടുക്കുള്ളൂ, നമ്മുടെ ഈ ഓപ്പറേഷൻസിലുള്ള എക്സ്പ്രഷൻസിൽ നമ്മൾ വേരിയബിൾ കൊടുക്കുമ്പോൾ അസൈൻ ചെയ്യാൻ ആകെപ്പാടെ പറയുന്നത് ഈ ഒരു 6 തൊട്ടിട്ട് 8 വാല്യൂ ആയിരിക്കും പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ എടുക്കുന്നുണ്ടാവുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയാം, a equal to 1.0 by 3.0. ഓക്കെ, അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കറിയാം, അപ്പൊ ഇതിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം വാല്യൂ എന്ന് പറയുന്നത് ബേസിക്കലി 1 ആയിരിക്കും എന്നുള്ളത് അറിയാം. പക്ഷേ പോയിന്റ് വാല്യൂ വെച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ എറർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, നമുക്കറിയാം a equal to 1.0 by 3.0, b equal to a into 3.0. നമുക്കറിയാം a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണെന്ന് അറിയാം. അപ്പൊ എന്താ, b equal to 1.0 by 3.0 into 3.0, അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1.0 ആണ് നമുക്ക് ബിക്ക് വാല്യൂ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ എറർ കാണിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഡിവിഷൻ ബൈ 0 ആണ്. ഏതൊരു നമ്പറിന് നമ്മൾ ഡിവിഷൻ ബൈ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ
നോർമലി അത് ചെയ്യുന്നത് അബ്നോർമൽ ആയിട്ടുള്ള ടെർമിനേഷൻ ആയിരിക്കും. ഓട്ടോമാറ്റിക് ആയിട്ട് പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്ത് പോവാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള റിസൾട്ട് തരും. ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 3/0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, ചിലപ്പോൾ കാണിക്കുക 2 ആയിരിക്കും, ചിലപ്പോൾ 1 പോയിന്റ് സംതിങ് വാല്യൂസ് കൊടുക്കും. നമ്മൾ പഠിക്കുന്നത് തന്നെ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ. സോ എന്താണ് വാല്യൂ എന്നുള്ളത് നമുക്ക് അവിടെ കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയില്ല. ഓക്കെ, ദ തേർഡ് പ്രോബ്ലം എന്ന് പറയുന്നത് ഓവർഫ്ലോ അല്ലെങ്കിൽ അണ്ടർഫ്ലോ എറർ. അതായത് നമ്മൾ വേരിയബിൾസ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓപ്പറാൻഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ടൈപ്പും അതിന്റെ റേഞ്ച് സ്പെസിഫൈ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ടിൽ ഓവർഫ്ലോ അല്ലെങ്കിൽ അണ്ടർഫ്ലോവോ ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയ ടോപ്പിക് എന്ന് പറയുന്നത് അരിത്തമെറ്റിക് എക്സ്പ്രഷൻസിന്റെ പ്രസിഡൻസ് ആണ്. അതിൽ നമ്മൾ എന്താണ് പ്രസിഡൻസ് എന്ന് നോക്കി, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അത് ഇവാലുവേറ്റ് ചെയ്യാന്ന് പഠിച്ചു. 2 ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ നടത്തും. ഫസ്റ്റത്തേൽ ഹൈ പ്രയോറിറ്റി ഇവാലുവേഷനും സെക്കൻഡ് ചെയ്യുക ലോ പ്രയോറിറ്റി ഇവാലുവേഷൻ ആണെന്ന് പറഞ്ഞു. പിന്നെ കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.